ഒരിക്കൽ പരശുരാമൻ കൈലാസത്തിൽ മഹാദേവനെ കാണാനെത്തി. എന്നാൽ ഭഗവാൻ ശിവന്റെ വാതിക്കൽ കാവൽ നിന്നിരുന്ന ഗണപതി ഭഗവാൻ അകത്തേക്ക് കടത്തിവിട്ടില്ല. പരശുരാമൻ പലതവണ അപേക്ഷിച്ചിട്ടും ഗണപതി സമ്മതിക്കാതെ വന്നപ്പോൾ കോപം വന്ന പരശുരാമൻ യുദ്ധത്തിന് തയ്യാറായി. ഇരുവരും തമ്മിൽ ഘോരമായ പോരാട്ടം നടന്നു. യുദ്ധത്തിനിടയിൽ പരശുരാമൻ തന്റെ ഗുരുവായ മഹാദേവൻ സമ്മാനിച്ച പരശു, അതായത് മഴുവെടുത്ത് ഗണപതി ഭഗവാന് നേരെ വീശി. തന്റെ പിതാവായ ശിവഭഗവാൻ നൽകിയ ആ ആയുധത്തോട് ആദരവുള്ളതിനാൽ ഗണപതി ഭഗവാൻ ആ പ്രഹരം തടഞ്ഞില്ല. എന്നാൽ പെട്ടെന്ന് ആ മഴു ഗണപതി ഭഗവാന്റെ ദന്തത്തിൽ കൊള്ളുകയും ദന്തമൊടിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. ദന്തം നഷ്ടപ്പെട്ട വേദനയിൽ ഗണപതി ഭഗവാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീണുപോയി. ഗണേശ ഭഗവാന്റെ നിലവിളി കേട്ടാണ് മാതാ പാർവതി ഓടി പുറത്തു വരുന്നത്. തന്റെ പ്രിയപ്പെട്ട മകനെ ഈ രൂപത്തിൽ കണ്ടപ്പോൾ മാതാവിന് ദുഃഖവും ഒപ്പം അതിയായ കോപവും വന്നു. എന്താണ് സംഭവിച്ചതെന്ന് പരശുരാമൻ ഭവ്യതയോടെ വിശദീകരിച്ചുവെങ്കിലും മാതാ പാർവതിയുടെ കോപം അടങ്ങിയില്ല. മാതാവിന്റെ കണ്ണുകൾ ചുവന്ന് ഭീകര രൂപം പ്രാപിച്ച് മാതാ കാളിയായി മാറി. ഈ കാഴ്ച കണ്ട എല്ലാ ദേവന്മാരും ദേവിമാരും ഭയന്നുപോയി. ശിവഭഗവാൻ പോലും കാളി ദേവിയെ ശാന്തയാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഉഗ്ര രൂപത്തിൽ മാറിയ മാതാ കാളി പരശുരാമന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ആ സമയം ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ വാമനമൂർത്തി അവിടെ എത്തി. വാമനൻ വളരെ മനോഹരമായ സ്തുതികളാൽ മാതാ കാളിയെ പാടി ശാന്തയാക്കാൻ തുടങ്ങി. വാമനന്റെ സ്തുതികളിൽ പ്രസാദിച്ച കാളി മാത ശാന്തയാവുകയും തന്റെ പൂർണ്ണ രൂപമായ മാതാ പാർവതിയായി മാറുകയും ചെയ്തു. തുടർന്ന് ബോധം തിരികെ ലഭിച്ച ഗണേശ ഭഗവാൻ പരശുരാമൻ വിദ്വേഷം കൊണ്ടല്ല ഇത് ചെയ്തതെന്നും അത് പ്രകൃതിയുടെ ലീലയായിരുന്നുവെന്നും താൻ തന്നെ തന്റെ പിതാവിന്റെ ആയുധത്തോടുള്ള ബഹുമാനം കാരണം ആ പ്രഹരം അനുവദിച്ചതാണെന്നും പറഞ്ഞ് മാതാ പാർവതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മകന്റെ ഈ വിവേകപരമായ വാക്കുകൾ കേട്ട് മാതാ പാർവതിയുടെ കോപം മുഴുവനായും അടങ്ങി. പശ്ചാത്താപം നിറഞ്ഞ പരശുരാമൻ മാപ്പ് അപേക്ഷിച്ചു. ഈ സംഭവം ഗണേശ ഭഗവാന്റെ പുതിയ ദൈവിക ഭാവം വെളിപ്പെടുത്താൻ വേണ്ടിയുള്ളതായിരുന്നുവെന്ന് വാമനമൂർത്തി ഇടപെട്ട് വിശദീകരിച്ച ശേഷം മാതാ പാർവതി പരശുരാമന് മാപ്പ് നൽകി. അന്നു മുതൽ ഗണേശ ഭഗവാൻ ഏകദന്തൻ എന്നറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒടിഞ്ഞ കൊമ്പ് വിജ്ഞാനം, ത്യാഗം, ഭക്തി എന്നിവയുടെ പ്രതീകമായി മാറി. പിന്നീട് വ്യാസ മഹർഷി പറഞ്ഞു കൊടുക്കുമ്പോൾ ഗണേശ ഭഗവാൻ ഇതേ കൊമ്പ് ഉപയോഗിച്ചാണ് മഹാഭാരതം എന്ന മഹത്തായ ഇതിഹാസം എഴുതിയതെന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒരു പോരാട്ടമായി തുടങ്ങിയ ഈ സംഭവം ഒരു ദിവ്യമായ പാഠമായി അവസാനിച്ചു. അനുസരണയും വിനയവും വിവേകവും എപ്പോഴും കോപത്തെയും അഹങ്കാരത്തെയും കീഴടക്കുമെന്ന പാഠം. ഗണേശ ഭഗവാന് ഏകദന്തൻ എന്ന നാമം ലഭിച്ച ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ഗംഗണപതേ നമഃ.